ഓഫ് ദ ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കാലഘട്ടം ജെൻഡറും സെക്സും ഒക്കെ വളരെയധികം ഇൻറ്റൻസിറ്റിയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പായുടെ ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് കാണാൻ പോകുന്നത്. നമുക്ക് ബാബു സാറിനോട് തന്നെ ചോദിക്കാം. യെസ് ടെസ, ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഈ ജെൻഡർ ഐഡിയോളജിയും ഹോമോസെക്ഷുവാലിറ്റിയും ഒക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ സഭയ്ക്കുള്ളിലുള്ള ആളുകൾ തന്നെ തെറ്റായ ചില പ്രചരണങ്ങൾ നടത്താറുണ്ട്. ഒന്നുകിൽ അദ്ദേഹം ഏതെങ്കിലും സോഷ്യൽ മീഡിയ പറഞ്ഞത് പ്രകാരമോ ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ന്യൂസ് കോൺഫറൻസുകളിലുള്ള ഏതെങ്കിലും ഒരു വാക്കെടുത്തൊക്കെ ഇല്ലേ നമുക്ക് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു വന്നിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പായുടെ ഓരോ പറയുന്ന കാര്യങ്ങൾ സാറ് പറഞ്ഞ എക്സാക്ട് കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ ചെറിയൊരു വേർഡ് അല്ലെങ്കിൽ ചെറിയൊരു സെൻറ്റൻസ് എടുത്ത് വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്കൊന്ന് ഒത്തിരി പഴി കേൾക്കേണ്ടി വരുന്ന ഒരാളും കൂടിയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണത്. ശരിക്കും ഈ കാലഘട്ടത്തിൽ ജെൻഡർ ഐഡിയോളജി അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണെന്ന് നമുക്ക് പറയാം. ഈ സമയത്ത് സെക്ഷൽ റെവല്യൂഷൻ്റെ ക്ലൈമാക്സിൽ അതിനെ കണ്ട് അതിൻ്റെ ഒരു ശരിക്കും എല്ലാ തരത്തിലുള്ള തിക്താനുഭവങ്ങളെയും മനസ്സിലാക്കിയ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനനുസരിച്ചുള്ള പഠനങ്ങൾ തന്നു എന്ന് പറഞ്ഞതുപോലെ വളരെയധികം ജെൻഡർ ഐഡിയോളജിയെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ വേണ്ട രീതിയിൽ തന്നെ സഭയുടെ ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമായ നമുക്ക് പഠനങ്ങളും തന്ന ഒരു പക്ഷേ നമുക്ക് തെറ്റായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ പോപ്പ് ഫ്രാൻസിസ് ഹോമോസെക്ഷുവാലിറ്റി അപ്രൂവ് ചെയ്യാൻ പോകുന്നു, അതൊക്കെ മീഡിയയുടെ പലതരത്തിലുള്ള പ്രസരണങ്ങളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ്. അതൊന്നും അല്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റുകളിലേക്ക് പോകാം. 2016 അദ്ദേഹം ഇറക്കിയ ഒരു എൻസൈക്ലിക്കലാണ്, ഒരു അപ്പസ്തോലിക് പ്രബോധനമാണ് ശരിക്കും അമോറിസ് ലെറ്റീഷ്യ എന്നുള്ള പേരിൽ എന്താണത്, ജോയ് ഓഫ് ലവ്. അപ്പം മാർപ്പാപ്പ തൻ്റെ ആ ഒരു പ്രബോധനത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഇത് 2016 മാർച്ച് മാസമാണ്, നമുക്ക് അവിടെ മുതൽ നോക്കാം. ജന്മസിദ്ധമായി പുരുഷൻ്റെയും സ്ത്രീയുടെയും സ്വഭാവത്തിലുള്ള റെസിപ്രോസിറ്റിയും വ്യത്യാസത്തെയും ഒക്കെ നിഷേധിക്കുന്ന വിവിധങ്ങളായ ജെൻഡർ ഐഡിയോളജിയെ പോലെയുള്ള ഐഡിയോളജി ലിംഗഭേദമില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ട് നാച്ചുറലായിട്ട് ഒരു ക്രിസ്ത്യൻ ആന്ത്രപ്പോളജിയിൽ നമുക്ക് കൊത്തിയെടുത്ത കുടുംബ അന്തരീക്ഷത്തിൻ്റെ മൂലക്കല്ല് പറിച്ചെടുക്കുവാൻ പരിശ്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഭദ്രതയെ തകർക്കുവാൻ ഒരു പുതിയ ആന്ത്രപ്പോളജി, ഒരു നരവംശാസ്ത്രം ഇവരെ ഈ ഐഡിയോളജിക്കാർ കൊണ്ടുവരികയാണ്. ഇത് പോപ്പ് ഫ്രാൻസിസ് വളരെ ശക്തമായിട്ട് ഈ പ്രബോധനത്തിൽ പറയുന്നതാണ്. പോപ്പ് ഫ്രാൻസിസ് ഇതിൽ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നത്. അത് നമ്മൾ ഇനിയും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേറെ പഠനങ്ങളിൽ അദ്ദേഹം കുറേ കൂടെ ഷാർപ്പ് ക്രിറ്റിസിസം ഈ ഐഡിയോളജിയെ കുറിച്ച് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുക അത് തന്നെയാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞത്. ഇത് ശരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ തകർക്കുവാൻ വേണ്ടി പ്രത്യേകമായി വിഭാവനം ചെയ്ത ഒരു പുതിയ നരവംശ ശാസ്ത്രമാണ്. എനിക്ക് എന്നെ തന്നെ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ആശയം. ഇത്തരം പ്രത്യയ ശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഐഡിയോളജികൾ രൂപീകരിക്കുന്ന വിശ്വാസ പരിപാടികളും നിയമങ്ങളും ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടത്. പിന്നെ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ പേരിലും മറ്റുള്ള പല ഡെവലപ്മെൻറ്റിൻ്റെ പേരിലും ഇവർ ഉന്നം വെക്കുന്നതാകട്ടെ, അതായത് ദൈവം നാച്ചുറലായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയിൽ നൽകിയിരിക്കുന്ന അവൻ്റെ സെക്ഷുവാലിറ്റി, അവൻ്റെ സ്വതസിദ്ധമായി അവന് ദൈവം നൽകിയിരിക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റി, അതിനെ സമൂലമായി നിർവീര്യമാക്കുന്ന ഒരു മനുഷ്യ പ്രകൃതിയെ രൂപം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും അതിനെക്കുറിച്ച് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ പാരഗ്രാഫിൽ തന്നെ. തദ്വാര
മനുഷ്യൻ്റെ അസ്തിത്വം ഒരു വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനോ മാറിയെടുക്കാനോ സാധ്യമായ കേവലമൊരു തിരഞ്ഞെടുപ്പായി മാറുന്നു. നോക്കെ ഇപ്പോൾ പിതാവ് വളരെ ശക്തമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം നമ്മുടെ എക്സിസ്റ്റൻസ്, ഇത് ഇൻഡിവിജ്വൽ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. ശരിക്കും ഒരു കുറച്ച് കാലം ഞാനൊരു ഫീമെയിൽ ഇതിൽ നിൽക്കുന്നു, ഒരു മെയിലിൻ്റെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫീമെയിൽ ടെൻഡൻസി ആണ് കൂടുതൽ, ഫെമിനിൻ നേച്ചറാണ് കൂടുതൽ എന്നുള്ള രീതിയിൽ ഓക്കെ ഞാനൊരു ഫീമെയിൽ ആകാൻ റെഡിയാന്നു. കുറച്ച് കാലം ആയി കഴിയുമ്പോൾ അത് ബോറടിക്കുന്നു, ഒരു റീസർജറിയിലേക്ക് പോകുന്നു. ഇതൊക്കെ ഇപ്പോൾ വളരെ എന്താ പറയുക സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. ഇതൊരു സാധാരണ സംഭവമായിട്ട് നമ്മുടെ ചുറ്റും നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ലൈംഗികത അല്ലെങ്കിൽ അവൻ്റെ ഒരു ജെൻഡർ അവൻ്റെ മാത്രം അവകാശമാണ്, ഒരു പേഴ്സണൽ ചോയ്സിലേക്ക് മാത്രം ഒരു ഒതുങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഒക്കെ നമ്മളെ കൂടുതൽ എത്തിക്കുന്നത്, അതായത് നമുക്ക് അദ്ദേഹം തുടരുകയാണ്, സ്വയമേ അനിഷേധ്യഭാവം ഉൾക്കൊള്ളുന്ന ഇത്തരം വികട തത്വശാസ്ത്രങ്ങളാകട്ടെ, അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ഐഡിയോളജീസ്, അത് ഒരു വികടമായിട്ടുള്ള ഈ ഐഡിയോളജി, ഇത് നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് പോലും തീരുമാനിക്കുന്ന ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ്, ഈ ഐഡിയോളജിക്കാരാണ് തീരുമാനിക്കുന്നത് ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണം. അതായത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ പേരൻസ് ആ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല, മെയിൽ ഓർ ഫീമെയിൽ എന്ന് എക്സ്റ്റേണൽ ജെനിറ്റൽസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല. ആ കുട്ടി വളർന്നു വരുമ്പോൾ എന്താണ് അവൻ ആകേണ്ടത്, അവൾ ആകേണ്ടത്, അവളെ വിളിക്കേണ്ടത്, അത് അവൾ തന്നെ തീരുമാനിക്കണം, അവൻ തന്നെ തീരുമാനിക്കണം, ആ കുട്ടി തീരുമാനിക്കണം. അപ്പോൾ ഈ ഒരു തലത്തിലാണ് ഇന്ന് പലയിടത്തും ഈ ജെൻഡർ ഐഡിയോളജിയുടെ അതിൻ്റെ ഒരു തിക്തഫലങ്ങൾ നടക്കുന്നത്. അതാണ് മാർപ്പാപ്പ ഇവിടെ വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്കൊന്നൊരു ക്രിസ്ത്യൻ ബിലീഫ് എന്നുള്ളതിനപ്പുറം ഒരു കുടുംബം ബേസിക്കലി പോകേണ്ട ഒരു സ്ട്രക്ചറിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലേ? ഇത് ക്രിസ്ത്യൻ മൊറാലിറ്റിയോ വാല്യൂസിനെയോ അല്ല, നമ്മളത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് മനുഷ്യകുലത്തെ തന്നെ അടിത്തറ ഇളക്കുന്ന ഒരു വലിയ വലിയ ഐഡിയോളജിയാണ്. അല്ലാതെ ഇത് ക്രിസ്ത്യൻസിൻ്റെയോ കാത്തലിക്സിൻ്റെയോ മാത്രം പ്രോബ്ലം അല്ല. ഏത് വ്യക്തിയും, മനുഷ്യ ശരീരമുള്ള എല്ലാ വ്യക്തികളെയും ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായത്. ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്കല്ലേ ഈ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അത്രയും ചിന്തിക്കാറില്ല ഒരു പക്ഷേ. കാര്യം ജെൻഡർ ഐഡിയോളജിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു, ഒക്കെ കേൾക്കുന്നു, ടി വിയിൽ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് കാണുന്നു. പക്ഷേ ഒരവസ്ഥ, നമുക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരുന്നു, നമുക്കതിനെ വളർത്താനുള്ള അവകാശമുണ്ട്. നമ്മളതിനെ പേര് വിളിക്കുന്നു, നമ്മൾ ഒരു ആണിൻ്റെയോ പെണ്ണിൻ്റെയോ അങ്ങനെ നമ്മളാണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നു ജനറ്റിക്കൽ ബയോളജിക്കലായിട്ട് വരുന്നതിനെ നിശ്ചയിച്ച് അതിനകത്തുള്ള ആ ഒരു ഇമോഷണൽ ഫാക്ടർ പോലും അതങ്ങ് ഖണ്ഡിച്ച് കളയാൻ. അതാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, ഒരു കുഞ്ഞുണ്ടായാൽ അതിനെ എങ്ങനെ വളർത്തണം എന്ന് വരെ ഈ ഐഡിയോളജിക്കാരാണ് ഇൻസ്ട്രക്ഷൻ തരുന്നത്. നിങ്ങൾ പേരിടാൻ പാടില്ല, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലാണ്, അതിനെല്ലാം ഇൻസ്ട്രക്ഷൻ സിവിൽ നിയമങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായൊരു ഡിറക്ഷനിലേക്ക് ഈ ജെൻഡർ ഐഡിയോളജി കൊണ്ടുപോകുന്നു നമ്മളെ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മളിവിടെ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് ദൈവം സ്വാഭാവികമായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ കഴിവുകളെയും അക്സെപ്റ്റ് ചെയ്യാതെ ഈ ഐഡിയോളജി അവനെ വേറൊരു എക്സിസ്റ്റൻസിലേക്ക്, വേറൊരു വ്യക്തിയാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് ഈ ഐഡിയോളജി ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് ഗുണം എന്നുള്ള രീതിയിൽ ഇത് പുറമേ ഇങ്ങനെ വരുന്നെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള വലിയ വലിയ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഈ മനുഷ്യവംശത്തെ തന്നെ തകർക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഴയ എപ്പിസോഡിൽ, ഇത് നമ്മുടെ ശത്രുവിൻ്റെ വളരെ വിദഗ്ധമായ, വളരെ സോഫിസ്റ്റിക്കേറ്റഡായ, വളരെ ഡിപ്ലോമാറ്റിക്കായ, വളരെ 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 കാൽക്കുലേറ്റീവായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഐഡിയോളജിയിലൂടെ നമ്മൾ മുന്നോട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോഴിവിടെ ഇപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ സൃഷ്ടാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി
ആ സൃഷ്ടാവിൻ്റെ സ്ഥാനത്ത് നമ്മളെ സ്ഥാപിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു പരിശ്രമമാണ്. അതാണ് ശരിക്കും ഇതിൽ നടക്കുന്നത്. അത് കാരണം ദൈവം തന്നിരിക്കുന്ന ആ ദാനങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എനിക്കെന്തായി തീരാൻ പറ്റുമോ, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആയിത്തീരണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു തലമുറയിലേക്ക് ഈ സമൂഹത്തെയും നമ്മളെയൊക്കെ ഇത് അങ്ങോട്ട് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഐഡിയോളജി. ആദ്യ പാപം മുതൽ വന്ന അതേ ഒരു അതേ ഐഡിയോളജി തന്നെയാണ്, വേറെ ഫോമില്ല. സാധാരണ കൃത്യം അറിയാൻ തോന്നല്ലേ, നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയെ കൃത്യമായിട്ട് അറിഞ്ഞു അവിടെ തന്നെയാണ് കൃത്യം അടിക്കുന്നത്. ബൈബിള് മുഴുവനും അവന് കാണാപ്പാടം അറിയാമെന്നല്ലേ പറയുന്നത്. എവിടെ അടിച്ചാലാണ് മനുഷ്യൻ വീഴുന്നതെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ പിടിച്ചു. ദൈവം ശക്തനാണെന്നും ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം. ബൈബിള് ഈശോയെ പരീക്ഷിക്കുന്ന ആ സമയത്ത് മരുഭൂമിയിലെ പരീക്ഷയിലെല്ലാം ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോയെ കുരുക്കാൻ പരിശ്രമിച്ചത്. അപ്പോൾ അത് നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവനൊരു ക്രീച്ചറാണ്. നമ്മുടെ കൂടെയുള്ളവൻ, യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറത്തുള്ളവനേക്കാൾ ശക്തനാണ്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ സത്യം അറിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകാൻ കോഷ്യസ് ആയിരിക്കണം. കോഷ്യസും സത്യത്തിൻ്റെ പിന്നാലെ നമ്മൾ പലപ്പോഴും പോകാൻ സത്യം നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ എപ്പിസോഡുകളെല്ലാം സത്യത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണ യാത്ര എന്നൊക്കെ നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സൃഷ്ടാവിനെ മാറ്റി ആ സ്ഥാനത്ത് സ്വയം സൃഷ്ടാവായിട്ട് മാറിത്തീരാനുള്ള മനുഷ്യൻ്റെ വെമ്പൽ കൊള്ളൽ. അപ്പോൾ ഇവിടെ പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, നാം ആരും ഒരിക്കലും സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. നമ്മളാരും സർവശക്തരല്ല. നമ്മുടെ അസ്തിത്വത്തെ പറ്റിയുള്ള നമ്മുടെ പദ്ധതികളല്ല, ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയാണ് നടപ്പാകുന്നത്. ദൈവത്തിൻ്റെ അനന്ത പദ്ധതി അത് നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ ആ വലിയ സ്വപ്നമാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും പറഞ്ഞ കാര്യം നമ്മൾ യുണീക്കാണ്. ഈ കാലഘട്ടത്തിൽ, ഈ അവസരത്തിൽ, ഈ മാതാപിതാക്കളിൽ നമ്മളെ ജനിക്കണം എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ അനന്തതയിൽ ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ യുണീക്കായിരിക്കുന്നത്. ഇനി നമ്മളെപ്പോലെ ഒരാൾ വേറെ ഒരിക്കലും ഉണ്ടാകാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. നമ്മൾ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത, വി ആർ ഇൻഡിസ്പെൻസിബിൾ എന്ന് പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ അനന്ത പ്ലാനിലുള്ളതാണ് എന്ന് പോപ്പ് ഫ്രാൻസിസ് പറയുന്നു. ആ അസ്തിത്വത്തെ നമുക്ക് മാറ്റിമറിക്കുവാൻ നമുക്ക് പറ്റുകയില്ല. അത് നമ്മൾ ചെയ്താലും നമ്മളെ തകർക്കത്തെയുള്ളത്. അതൊരു സമ്മാനമായി നമ്മൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. ഇതാണ് സൃഷ്ടികളായ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ നമ്മൾ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മളുടെ അസ്തിത്വത്തെയും മറ്റുള്ളവരുടെ അസ്തിത്വത്തെയും അല്ലെങ്കിൽ നമ്മളെയും മറ്റുള്ളവരെയും മാനിക്കാനും വിലയുള്ളതായി കൽപ്പിക്കാനും നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ വളരെ വളരെ സിമ്പിളായിട്ട്, പക്ഷേ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഈ ഐഡിയോളജിയെ ചോദ്യം ചെയ്ത് അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ഇതിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ, ഞാൻ ആ ക്ലിപ്പ് വീണ്ടും അവിടെ ഇട്ടിട്ടുണ്ട്. സ്വന്തം ശരീരത്തെപ്പറ്റി യുവജനങ്ങൾക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പകച്ചു പോകാതെ സ്വന്തം ശരീരം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടോ ആ പ്രകാരത്തിൽ തന്നെ സ്വീകരിക്കുവാനുള്ള ധൈര്യം നേടാൻ യുവാക്കളെ സഹായിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പിതാവ് പറയുന്നത് യുവജനങ്ങളുടെ ഇടയിൽ ഇതിനുള്ള ഒരുപാട് സാധ്യതകളും കൺഫ്യൂഷൻസുമാണ്. അവരാണിതിൻ്റെ വിക്ടിംസ്. വളർന്നു വരുന്ന തലമുറയാണ് ഇതിനെല്ലാം വിക്ടിംസ് ആവുന്നത്. അപ്പം പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ, വളർന്നു വരുന്ന തലമുറയെ, അവരെ എങ്ങനെ അവർക്ക് ദൈവം അവരുടെ ശരീരം കൊടുത്തിരിക്കുന്നുവോ അതുപ്രകാരം അത് സ്വീകരിക്കുവാനും അതൊരു ദാനമായി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനെയെല്ലാം നമ്മളുടെ സഹായത്തോടുകൂടി, സപ്പോർട്ടോടുകൂടി
മറികടക്കുവാനുള്ള ധൈര്യം അവർക്ക് കൊടുക്കണം. അതിന് നമ്മളൊക്കെയാണ് മാതാപിതാക്കൾ, അധ്യാപകർ, മറ്റുള്ള സമൂഹത്തിലുള്ളവരൊക്കെയാണ് അതിന് സഹായിക്കേണ്ടത്. അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു തരത്തിലും പരിചയപ്പെടുന്ന സെയിം ഐഡിയോളജി കൊണ്ട് നടക്കുന്ന ആളുകളെ അവരുടെ ജീവനുള്ള ഹെൽത്തി ശരീരഭാഗങ്ങളെ മുറിച്ചു മാറ്റി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം എന്ന് പറഞ്ഞുള്ള ഒരു പ്രക്രിയയിലൂടെ അവരെ തള്ളിവിടുകയല്ല ചെയ്യും. സാറ് കഴിഞ്ഞ ദിവസം CSE പറ്റിയൊക്കെ സംസാരിച്ചിരുന്നല്ലോ, കോംപ്രഹെൻസീവ് സെക്സ് എഡ്യൂക്കേഷൻ. അപ്പം അവരുടെ ആ ഒരു ലെവലുകളെ പറ്റിയൊക്കെ സംസാരിച്ചു. എനിക്കൊന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ച ആ ഒരു കാര്യം വരുമ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, പ്രായത്തിൻ്റെ ഒരു ഡിഫറൻസസ് മനസ്സിലാവാത്ത ഒരു സ്റ്റേജ്. ആ സ്റ്റേജിലാണ് കൃത്യമായിട്ട് ഈ ഐഡിയകൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവിടെ കൺഫ്യൂസ്ഡ് ആയി. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വളരെ ചെറുപ്പം തൊട്ടുള്ള കുട്ടികൾ അല്ലേ, ഷോണൊക്കെ ചോദിച്ചാൽ ഒത്തിരി കുഞ്ഞു കുട്ടികളോട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ഒരു ഐഡിയാസിനെ വളരെ നെഗറ്റീവായ രീതിയിൽ, അതായത് ഹോമോസെക്ഷുവാലിറ്റി നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ട്രാൻസിഷൻ എടുക്കാം. ഇപ്പം പുരുഷനാണെങ്കിൽ അവന് എന്തുകൊണ്ട് ഒരു സ്ത്രീ ആയിട്ട് പെരുമാറിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ആയിട്ട് പെരുമാറുമ്പോൾ അവന് കുറച്ചുകൂടി റീച്ച് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അവനെ ഒന്ന് ശ്രദ്ധിക്കും എന്നുള്ളൊരു ആകർഷണീയത തോന്നിക്കാൻ വേണ്ടി അവർ പല മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത പല പ്രവർത്തനങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, അത് 18 വയസ്സിന് താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇന്നും ആ ഒരു കുരുക്കിലേക്ക് ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് നമുക്കൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ഒരു റൈറ്റ് സമയം നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ നമ്മുടെ ഒരു ലക്ഷ്യം അതാണല്ലോ. തീർച്ചയായിട്ടും കൃത്യം ഈ ഒരു സമയത്ത് അത് കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മൾ ലേറ്റായി പോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. ബട്ട് ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇപ്പം ഷോൺ പറഞ്ഞ വളരെ സത്യമാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഡോക്ട്രിനേഷൻ മൂലമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡായി പോകുന്നത്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ ഈ നമ്മുടെ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കൂടുതൽ നമ്മുടെ ആ കോവിഡ് ടൈമിലൊക്കെ ഒരിക്കൽ പോലും ഫോൺ കൈകൊണ്ട് കാണാതിരുന്ന കുഞ്ഞുങ്ങൾ പോലും, കൊച്ചു കുഞ്ഞുങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പോലും ഫോണിൻ്റെ ഓപ്പറേഷൻ ഇന്ന് എക്സ്പേർട്ടായിട്ടുള്ള എൻജിനീയേഴ്സിനെക്കാട്ടിലും ബെറ്ററായ അവർക്കറിയാം അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. ചില സമയം നിങ്ങൾക്ക് സംശയമുണ്ട്, കുട്ടികളോട് ചോദിര്, കൊച്ചു കുട്ടികളോട് ചോദിര്, അവരതിൻ്റെ ഓപ്പറേഷനൊക്കെ പറഞ്ഞു തരും. കാരണം അത്രത്തോളം അവർ അതുമായിട്ട് അങ്ങ് ഫെമിലിയറായി. അപ്പോൾ അത് ഗ്രാജ്വലി ആ സ്നേഹം അവർ മറ്റ് പല രീതികളെയും, കാരണം ഇന്ന് ഇതൊക്കെ വളരെ ഒരു എക്സ്പോസ്ഡ് സിറ്റുവേഷനിൽ ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിക്കുന്നത് എല്ലാ തരത്തിലും. അത് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞൊരു ഓവർലി സെക്ഷുവലൈസ്ഡ്. ഇപ്പോൾ എന്ത് കാര്യം കണ്ടാലും, ഞാൻ ഇനി അടുത്ത എപ്പിസോഡുകളിലൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡിസ്നിയിലോ അല്ലെങ്കിൽ പിന്നെ നെറ്റ്ഫ്ലിക്സിലോ ഒക്കെ വരുന്ന പല കുട്ടികളുടെ കാർട്ടൂൺ മൂവീസോ അല്ലെങ്കിൽ പ്രോഗ്രാം പോലും അവിടെ ഈ ജെൻഡർ ഐഡിയോളജി നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. സെക്ഷുവലൈസ്ഡ് മാത്രമല്ല, ജെൻഡർ ഐഡിയോളജി സ്പ്രെഡ്. അത് ഞാൻ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് പറയാം. പല പേരൻസും ഒരു പക്ഷേ ഇത് വളരെ അധികം സസൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്തിട്ടുള്ളവരുണ്ടാകും, വാച്ച് ചെയ്തിട്ടില്ലാത്തവരുണ്ടാകും. നമ്മൾ കുഞ്ഞുങ്ങളെ ഓപ്പണായിട്ട് എന്തു വാച്ച് ചെയ്യുന്നു അത് ഞാനൊരു വാണിംഗ് ആയിട്ട് പറയുകയാണ്. നിങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഏത് കാർട്ടൂണാണ്, ഏത് ക്യാരക്ടറാണ്, നിങ്ങൾക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ലാതെ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് TV ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ മൂവിയോ, പിള്ളേരുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്, ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ പോകരുത്. കാരണം അത് വളരെ അപകടകരമാണ്. അതിലെല്ലാം ഈ ഐഡിയോളജികളെ ഇങ്ങനെ ചോക്ലേറ്റിൽ, മിഠായിൽ പൊതിഞ്ഞ് വിഷം വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കുരുക്കാനായിട്ട്, അവരിൽ ഈ ഒരു ആശയത്തിൻ്റെ മുളയെടുപ്പിക്കാനായിട്ട് അവർ പല ക്യാരക്ടേഴ്സിനെയും അതനുസരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അത് ഞാനൊരു മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ടിപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ തരികയാണ്. അറിയാം, ഈ ബോളിവുഡ് സിനിമകളിൽ മാത്രമായിരുന്നു ഇത് ഒരു കാലത്ത് ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ ഇത് ഇന്ന് മലയാള സിനിമയിലേക്കും അതിൻ്റെ ഒരു കടന്നുവരവ് വന്നിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് ശരിക്കും നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു മുന്നറിയിപ്പ് എന്ന് തന്നെ പറയാം. അതോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് വൈൻഡപ്പ് അല്ല, നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും നമുക്ക് പഠിക്കണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട്. അപ്പം സാർ, നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ
ഇപ്പോൾ പൂർണ്ണമാകുമ്പോൾ നമുക്ക് ഷോണിൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ആലയത്തെ ഏറ്റവും പരിശുദ്ധിയോടും വിശുദ്ധിയോടും കൂടെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിൻ്റെ ലോകം ഞങ്ങൾക്ക് മുമ്പിൽ വെച്ച് തരുന്ന എല്ലാ ചതിക്കുഴികളെയും മറന്ന് അതിനെ മറികടന്ന് അങ്ങേ തൃപ്പാദങ്ങളിലെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സൃഷ്ടാവിൻ്റെ സ്ഥാനം ഇന്ന് സൃഷ്ടി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടാവിനെ മറികടന്ന് അവിടെ നമ്മളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണിന്ന്. ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയെക്കുറിച്ച് ബോധവാന്മാരാകാതെ പോകുന്ന കുറേയധികം ജന്മങ്ങൾ, കുറേയധികം ജീവിതങ്ങൾ നമ്മുടെയൊക്കെ തന്നെ കൺമുൻപിലുണ്ട്. തിയോളജി ഓഫ് ബോഡി ഒരു സത്യാന്വേഷണമാണ്. സത്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യത്തെ തിരിച്ചറിയാം, ഈ സത്യത്തെ മുറുകെ പിടിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്. ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം info@tobforlife.org.